ഹലോ, ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഓസ്ട്രിയയിൽ വന്നപ്പം ഓസ്ട്രിയ ഗവൺമെൻറ് എനിക്ക് ഇവിടെ താമസിക്കാൻ തന്ന ഫെസിലിറ്റീസ് മീൻസ് അക്കോമഡേഷനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ താമസിക്കുന്നത് 4ാമത്തെ നിലയിലാണ്. എനിക്കിപ്പോൾ ഡ്യൂട്ടി ഇട്ടേക്കുന്നത് ഇവിടുത്തെ 2ാമത്തെ നിലയിലാണ്. സോ എനിക്ക് എളുപ്പമാണ് ഡ്യൂട്ടിക്ക് പോകാൻ. ജസ്റ്റ് ലിഫ്റ്റ് ഉണ്ട്, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ലിഫ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ 4ാമത്തെ നിലയിലാണ്. ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ല, ഇന്നെനിക്ക് അവധിയാണ്. സോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ലിഫ്റ്റിന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് 4ാമത്തെ നിലയിൽ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഫിയർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളുടെ റൂംസ്. ഇത് ഓരോരുത്തരുടെ റൂംസാണ്. ഇത് ഞങ്ങളുടെ റൂംസാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് റൂമാണ്. ഇത് ഇവിടുത്തെ ഫസ്റ്റ് റൂമാണ്. അതുപോലെ തന്നെ അടുത്തൊരു ബാൽക്കണിയാണ്. ഇതാണ് എൻ്റെ കൊളീഗ് ദർശന. ഇപ്പോൾ ദർശനയുടെ റൂമിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫ്രിഡ്ജ് ഏരിയ വരുന്നത്. ഫ്രിഡ്ജിൻ്റെ ഏരിയ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ 4 ഫ്രിഡ്ജുണ്ട്. ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് 2 റൂം, അങ്ങനെയാണ് ഒരു ഫ്രിഡ്ജ് 2 റൂമിലുള്ള ആൾക്കാർക്കാണ് യൂസ് ചെയ്യുന്നത്. സിമ്മർ ഫിയർ 01 സിമ്മർ ഫിയർ 02 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെയൊന്നുമല്ല യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാത്തിലും മിക്സ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അയൺ ചെയ്യാനുള്ള ഏരിയ ഇവിടെയാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ കബോർഡ്സ് ഉണ്ട്. ഈ കബോർഡ്സിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് എല്ലാ വീക്കും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് അലക്കി വയ്ക്കുക, അടുത്ത പുതിയതെടുക്കുക, യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡ് കവർ, അതുപോലെ തന്നെ നമുക്ക് ടവൽ ബാത്തിങ് ചെയ്യാനുള്ള ടവൽ ഇവിടെയുണ്ട്. ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെയും ടവലുകളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഈ റൂമിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്. ക്ലോസ് ചെയ്തിട്ട് ഇത് സ്ട്രിപ്പാണുള്ളത്. നമ്മുടെ റൂമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഡൈനിങ് റൂമാണ്, ഡൈനിങ് ഏരിയ. ഇവിടെ TV ഉണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കിച്ചൺ. ഇത് കോമൺ കിച്ചണാണ്.
കോമൺ കിച്ചൺ. നമുക്ക് വേസ്റ്റൊക്കെ ഇടാനുള്ള ഓരോരോ ബോക്സുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. ഇത് കോമൺ ഫ്രിഡ്ജാണ്. കോമൺ ഫ്രിഡ്ജ്. ഇതിൽ ഫസ്റ്റ് ബ്ലൂവിൽ പാപ്പിയ, ഗ്രീനിൽ ഗ്ലാസ്, ദെൻ ഗെൽബിൽ പ്ലാസ്റ്റിക്, ദെൻ വൈറ്റിൽ റെസ്റ്റുമുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് ഫുഡ് വേസ്റ്റ് കളയാനുള്ളതാണ്. വൈറ്റ്. യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് എണ്ണയൊക്കെ പിടിച്ചിട്ട് ബാലൻസ് വരുന്ന എണ്ണകൾ ഒഴിക്കാനുള്ള. ഇവിടെ നമ്മുടെ ഒരാളിവിടെ വിശന്ന് കുഴഞ്ഞ് വന്ന് നിൽപ്പുണ്ട്, ദർശന. ഓക്കെ, അങ്ങനെ ഇവിടെ നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുപോലെ തന്നെ സ്പൂൺ മെഷീൻ, പാത്രം കഴുകാനുള്ളതാണ്. പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ടീ മേക്കറാണ്. നമുക്കിവിടെ ഹെർഡ്. ഇവിടെ അടുപ്പെന്ന് പറയുന്നത് ഇലക്ട്രിക് അടുപ്പാണ്. വെള്ളം ചൂടാക്കാനുള്ള ഹീറ്റർ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓവൻ, അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ളത് താഴെ. ഇത് നമുക്ക് ഓരോ സാധനങ്ങൾ വയ്ക്കാനുള്ള ഷെൽഫുകളാണ്. ഇത് നമുക്കിവിടെ യൂസ് ചെയ്യാനുള്ള പ്ലേറ്റുകൾ, ബൗള് അങ്ങനെയുള്ളതൊക്കെ ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഈ സ്ലാബൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ടവലുകൾ എല്ലാം ഇതിനകത്താണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്പൂണ്, ഫോർക്ക്, ഗാവൽ, ടെല്ലർ, മെസർ, ലൂഫൽ ഇതെല്ലാം നമുക്ക് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് പൊടി, പാത്രം കഴുകാനുള്ള പൊടിയും അതുപോലെ തന്നെ സോപ്പിൻ്റെ സാധനങ്ങളും ഈ ഒരു കബോർഡിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് വരുന്നത് സ്പൂൺ മെഷീൻ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനുള്ള കപ്പുകളും ഗ്ലാസ്സുകളൊക്കെ ഇവിടെയാണ്. ഇവിടെ എന്താണെന്ന് നോക്കട്ടെ. ഇത് നമുക്ക് വാട്ടർ ബോട്ടിലാണ്, ഗ്ലാസിൻ്റെ. ഇത് വെള്ളം കുടിക്കാനുള്ളതാണ്. നമുക്കിവിടെ ഹോമിൽ യൂസ് ചെയ്യാനുള്ള ഗ്ലാസ് വാട്ടർ ബോട്ടിലാണ്. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. കോമൺ കിച്ചൺ, കോമൺ ഏരിയ ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും സാധനങ്ങളും ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള ടിഷ്യൂ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സോറി ഗൈസ്, ഡോറിൻ്റെ ഇച്ചിരി സൗണ്ട് കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമായി. ദർശനം അതൊക്കെ എടുത്ത് ചൂടാക്കിയാണ് ചോറൊക്കെ, ചിക്കനൊക്കെ. ഇത് ചിക്കനാണോ എന്താണെന്ന് അറിയത്തില്ല. അല്ല നമ്മളങ്ങനെ കിട്ടിയത് കഴിക്കും. അതാണ് ഗ്യാസ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഓക്കെ, ഇത് ഡൈനിങ് ഏരിയ. അതുപോലെ തന്നെ ഈ സൈഡ് വരുമ്പോൾ ഇവിടെ 2-3 പേര് താമസിക്കുന്നുണ്ട്. ഈ സൈഡിൽ റൂംസാണ്. ഇപ്പുറത്ത് കാണുന്നത് സ്റ്റെപ്പാണ്, സ്റ്റെപ്പിലോട്ട്. ഓക്കെ, ഇവിടെ സെൻട്രലാണ് ലിഫ്റ്റ്. ലിഫ്റ്റിൻ്റെ ഈ സൈഡ് ഞങ്ങളുടെ റൂമാണ്. ഓക്കെ, ഇത് ഫീമെയിൽസിനുള്ള സെക്ഷനാണ്. അപ്പുറത്ത് മെയിൽസിനുള്ള സെക്ഷനാണ്. ഓക്കെ, ഇതാണ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഈ ലിഫ്റ്റിനിറങ്ങി ഓപ്പോസിറ്റ് കാണുന്നത് ഡൈനിങ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അടുത്ത് നമുക്ക് റൂം കാണാം. ഓക്കെ, ലൈറ്റ് ഇടപ്പോൾ കുറച്ച് ക്ലിയർ വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഇവിടെ ഒരു ഹാങ്ങിങ് ചെയ്യാനുള്ള ഏരിയ ആണ്. ഇത് നമ്മുടെ ബാത്റൂമാണ്. ഓക്കെ, ബാത്റൂം. ഇതാണ് നമ്മുടെ ബെഡ്. ഇത് തറയിലൊരു മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ബെഡ്, കിടക്കാനുള്ള ബെഡ്. ബ്ലാങ്കറ്റ്, പില്ലോ ഇതെല്ലാം ഇവിടെ ഓൾറെഡി ഒരു സെറ്റ് ചെയ്തിട്ടേക്കായിരുന്നു.
അതുപോലെ തന്നെ അത് നമ്മുടെ കബോർഡാണ്, ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള കബോർഡ്സാണ്. ഇതും അതുപോലെ തന്നെ ഒരു ടേബിളാണ്. ഇതിലും കുറേ സ്പേസ് ഉണ്ട്. കുറേ സ്പേസുകൾ ഇതിലുമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ ഒരു ടേബിളും ഷെയറും ഇട്ടിട്ടുണ്ട്. നമുക്ക് പഠിക്കാനും ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കബോർഡ്സ്, ഡ്രസ്സ് വയ്ക്കാനുള്ള കബോർഡ്. മുകളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് ഇതാണ്. അതുപോലെ തന്നെ ഇതിവിടെ ഓൾറെഡി നമ്മൾ വന്നപ്പോഴേ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് യൂസ് ചെയ്യാം. ഇനി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റോർ റൂമിൽ ചെന്ന് പുതിയതെടുത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയുമുണ്ട്. നമുക്ക് ഇവിടെ ഹാങ്ങിങ് ചെയ്യാം. ഇതാണ് നമ്മുടെ കബോർഡ്സ്. ഒരുപാട് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും സ്പേസ് ഉണ്ട്. അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ കണ്ടല്ലോ, ഇതാണ് ഇത് നമുക്ക് താമസിക്കാൻ സമ്മതിക്കും. അതുപോലെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് നമുക്ക് ബാത്റൂമാണ് കാണേണ്ടത്. ബാത്റൂം ഇത് ഹീറ്ററാണ്. ഇത് ഷെൽഫുണ്ട്. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമുക്കിവിടെ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം 2:10 എൻ്റെ കൊളീഗാണ് എന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചത്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ എനിക്കും ചോറൊക്കെ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ചോറ് വേണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സിനും കൂടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ദർശന വിളിക്കുന്നുണ്ട്. ഇതാണ് എന്ത് കറിയാണെന്ന് അറിയത്തില്ല. ചിക്കനാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചത്. അവിടെ നമ്മുടെ ദർശന അങ്ങനെ കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ, പലതും പറയാം. അപ്പോൾ ചാറ് കുറവാണ്. സോ നമുക്ക് യോഗേർട്ട് ഉണ്ടല്ലോ, നെറ്റൂർ യോഗേർട്ട് വെച്ചിട്ട് നമ്മൾ കഴിക്കും. ഓക്കെ, ചാറ് കുറവാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ചാറ് ഉണ്ടാക്കണം. എന്നാലേ നമുക്കിനി നൈറ്റ് ഒരാളും കൂടെ വരാനുണ്ട്. 3 പേരാണ് ഞങ്ങൾ. അപ്പം തികയത്തോളൂ. അപ്പോൾ ദർശനം ഇവിടെ കളിയൊക്കെ ചിരിക്കുകയാണ്. അല്ലേ, ചിരിച്ച് പോവും ഗൈസ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നമ്മൾ ചോറൊക്കെ എടുത്ത് നമുക്ക് യോഗേർട്ട് വെച്ചിട്ട് കഴിക്കാം. ഇതാണ് നമ്മുടെ യോഗേർട്ട്. നോക്കട്ടെ, അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും പുളി കാര്യം, ഇത്രയും പുളിയൊന്നും കിട്ടിയല്ല ധാരാളം. Okay guys.